നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അനുകൂല സംഘടനയായ കേരള കർഷക സംഘവും സമരരംഗത്ത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കമ്പ പാടി മാർക്കറ്റിംഗ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. ിന്റെ തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിത്ത്, വളം, കക്ക, പമ്പിംഗ് സബ്സിഡികൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരൾച്ച നേരിട്ട മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പാടി ഓഫീസ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പാടി ഓഫീസ് മാർച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവ് നെല്ലുവില ഉടൻ നൽകുക, മില്ലുകാരുടെ തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കുക, വിത്ത്, വളം, കക്ക, പമ്പിംഗ് സബ്സിഡികൾ വിതരണം ചെയ്യുക, വരൾച്ച മൂലം കൃഷിനാശം നേരിട്ട മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ചൊവ്വാഴ്ച രാവിലെ 10 ആരംഭിച്ച പ്രതിഷേധ ധർണ AIKS കേന്ദ്ര കമ്മിറ്റി അംഗം G. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള പ്രതിഷേധ കൂട്ടായ്മ നടക്കുന്നത് അതിലൊരു കേന്ദ്രമാണ് മങ്കമ്പ് ആലപ്പുഴ ജില്ലയിൽ, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും പൊന്നാനി താലൂക്ക് ഓഫീസിന് മുന്നിലും ഇതുപോലെയുള്ള സമരം നടക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള കാർഷിക വിളകളെ അടിസ്ഥാനമാക്കി ആ രംഗത്ത് കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള സമരങ്ങൾക്കാണ് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടും കേരള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ ഇതുപോലെയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. നെൽകൃഷി മേഖലയെ സംബന്ധിച്ച് പൊതുവായി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് കുട്ടനാടൻ കാർഷിക മേഖല. ആ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മഴയുടെ ഘട്ടത്തിലും ഇതുപോലെ ഒരു സമരത്തിന് കേരള കർഷക സംഘം രൂപം കൊടുത്തിട്ടുള്ളത്. ധർണാ യോഗത്തിൽ കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. സുധിമോൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ K. വിജയകുമാർ, M. സന്തോഷ് കുമാർ, R. റെജിമോൻ, PV രാമഭദ്രൻ, NB ഷിബു, ശ്രീകുമാർ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. കായംകുളത്തെ BJP പ്രവർത്തകൻ മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മനോജിന്റെ മൃതദേഹവുമായി കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. മനോജിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുക, സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് BJP കാപ്പിൽ കിഴക്ക് ബൂത്ത് പ്രസിഡന്റ് ആലമ്പള്ളിൽ മനോജ് കുഴഞ്ഞു വീണ് മരിച്ചത്. 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ മനോജിന് ജാമ്യം ലഭിച്ചിരുന്നു. വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജാതിക്കാരുടെ എണ്ണം കണക്കാക്കുന്നതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭയപ്പെടുകയാണെന്ന് അഖില കേരള ഹിന്ദു സംഭവ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT സനീഷ്. ജാതി സെൻസസിനെ എതിർക്കുന്നവർ മാനവികതയ്ക്കും സമത്വത്തിനും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടപെടുന്നില്ലെന്നും MT സനീഷ് കുറ്റപ്പെടുത്തി. മഹാസഭ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിന് തീരുമാനമെടുക്കാൻ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിന് ആവശ്യമേ ഉള്ളൂ, പക്ഷെ അവരെടുക്കുന്നില്ല. സംസ്ഥാനങ്ങളിൽ നടത്താമെന്ന് പറയുന്ന ഒരു ഒഴുക്കൻ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പുരോഗമന ശൈലിയുണ്ടല്ലോ കേരളത്തിന്റെ ഒരു കാപട്യം. ആ കാപട്യം തകർന്ന് തരിപ്പണമാവും എന്നുള്ളത് കൊണ്ടാണ് ജാതി സെൻസസ് എടുക്കാത്തത്. അങ്ങനെ ജാതി സെൻസസ് എടുക്കാതെ വന്നപ്പോഴത്തേക്ക് ശക്തമായ സമരങ്ങൾ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നടന്നു കഴിഞ്ഞപ്പോൾ ഇനി ഈ പേരിലാണ് ഇവർ ഒന്നിച്ചു കൂടുവോ എന്ന് പേടിച്ച് രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ഒഴുക്കം മട്ടിൽ ഒരു പറച്ചിൽ ഞങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയും. നമ്മുടെ സമര പോരാട്ടത്തിന്റെ വിജയമാണെങ്കിലും അതിൽ എത്ര ആത്മാർത്ഥയുണ്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ നിൽക്കുമ്പോൾ മാത്രം അവരുടെ മാനിഫെസ്റ്റോയിൽ
ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാൻ എല്ലാ ബുധനാഴ്ചയും കൂടുന്ന ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം മാത്രം മതി. അതിന് വലിയ ആലോചനയുടെ ആവശ്യമൊന്നുമില്ല. ഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക ജനതയെ അധികാര രംഗങ്ങളിൽ നിന്ന് എക്കാലത്തും പുറത്തു നിർത്താനാണ് സവർണ ശക്തികൾ ജാതി സെൻസസിനെതിരായി രംഗത്ത് വന്നിട്ടുള്ളതെന്നും MD സനീഷ് പറഞ്ഞു. കൃത്യമായി സെൻസസ് നടന്നാൽ മാത്രമേ വ്യത്യസ്ത സാമുദായിക വിഭാഗങ്ങൾക്ക് ഭരണരംഗങ്ങളിലുള്ള പ്രാതിനിധ്യം എത്രയാണെന്ന് കണക്കാക്കാൻ സാധിക്കൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രാതിനിധ്യം കുറഞ്ഞ വിഭാഗങ്ങൾക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയൂവെന്നും MD സനീഷ് പറഞ്ഞു. സമ്മേളനത്തിൽ മഹാസഭാ യൂണിയൻ പ്രസിഡന്റ് രമേശ് നടരാജൻ അധ്യക്ഷനായിരുന്നു. ആദ്യകാല പ്രവർത്തകൻ PR കുഞ്ഞിരാമനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി T അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ യൂണിയൻ വൈസ് പ്രസിഡന്റ് EM മുരളീധരൻ ആദരിച്ചു. യൂണിയൻ ട്രഷറർ PR ശരത് കുമാർ, സെക്രട്ടറി NS സാബു, ജോയിന്റ് സെക്രട്ടറി KK രഘു, കോട്ടയം താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രസാദ് കാളിച്ചിറ, കോഴഞ്ചേരി താലൂക്ക് യൂണിയൻ സെക്രട്ടറി PR തമ്പി, ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറി MR സുനിൽ മാമ്പറമ്പിൽ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് രാധാമണി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം വർത്തമാന കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇസ്ലാമിനെ കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാൻ അത് ഏറെ സഹായകരമാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിരണം ജാമിയ അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വർഗീയതയ്ക്കും ഭീകരവാദത്തിനും ഇസ്ലാം എതിരാണെന്നും അവ ഉന്മൂലനം ചെയ്യാനാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടതെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. എല്ലാവരും തെറ്റിദ്ധരിച്ചാൽ ഇസ്ലാം വർഗീയതയാണ് എന്ന് പറയുന്നവരാണ് ഇവിടെ കുറേ വിഭാഗം ആളുകൾ. അതല്ലാതെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കണം, യഥാർത്ഥത്തിലുള്ള അറിവ് സമ്പാദിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അൽ ഇഹ്സാൻ പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വേണം. അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാ ജില്ലകളിലും ഏകദേശം ഇങ്ങനെയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം എന്നൊരു ലക്ഷ്യമാണ്. എന്നല്ലാതെ ആഖിറത്തിലേക്ക് ചിന്തിപ്പിക്കാത്ത ഒരു ഭൗതികമായ അറിവ് നമ്മളിൽ ഉണ്ടാവുകയില്ല. ആഖിറത്തിലേക്ക് മാത്രം ചിന്തിച്ച് ഈ ഭൗതികലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഇവിടേക്ക് ആവശ്യമായതൊന്നും പഠിക്കാതെ ആ ഒരു അറിവും നമ്മുടെ കൈവശം ഇല്ല. സ്വാഗത സംഘം ചെയർമാൻ മാന്നാർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. നാസിമുദ്ദീൻ തങ്ങൾ ജോനകപ്പുറം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹാഫിള് മുഹമ്മദ് ഷുഐബ് ഖുറാൻ പാരായണം നിർവഹിച്ചു. അൽ ഇഹ്സാൻ ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ PK ബാദുഷ സഖാവി ആമുഖ പ്രഭാഷണം നടത്തി. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാളിൽ ഇഹ്സാനി സനദ്ദാനവും സൊഹീഹുൽ ബുഖാരി ദർസാരംഭവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. അൽ ഇഹ്സാൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഫൈസി, സയ്യിദ് അഹമ്മദ് ജിഫ്രി തൊടുപുഴ, സിറാജുൽ ഉലമ ഹൈദ്രോസ് മുസ്ലിയാർ, ത്വാഹ മുസ്ലിയാർ കായംകുളം, സയ്യിദ് മുർഷിദ് തങ്ങൾ ഹൈദ്രോസി, സെയ്ദലവി ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ S സുജാത രചിച്ച മന്നത്ത് പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബുധനാഴ്ച നടത്തും. മന്നത്ത് പത്മനാഭൻ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാൻ ഈ പുസ്തകം കൂടുതൽ ഉപകരിക്കുമെന്ന് ഡോക്ടർ സുജാത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകം ഞാൻ രചിച്ച പുസ്തകം മെയ് മാസം 29-ാം തീയതി NSS ഹിന്ദു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ C രാധാകൃഷ്ണൻ സാർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതും തദവസരത്തിൽ NSSന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ G സുകുമാരൻ നായർ സാർ അവർ പുസ്തകം ഏറ്റുവാങ്ങുന്നതും NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗവും NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ആദരണീയനായ ശ്രീ ഹരികുമാർ കോയിക്കൽ സാർ, NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള സാർ എന്നിവർ ആശംസകളും അർപ്പിക്കുന്നതാണ്. മന്നത്ത് പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ സംഗ്രഹം എന്തെന്നാൽ സാമൂഹ്യ സംവിധാനത്തിലും ജാതിയുടെയും വർണ്ണത്തിന്റെയും
കന്മതിലുകൾ തകർക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന രംഗം തന്നെ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഹൈന്ദവ ഏകീകരണം നടത്തിക്കൊണ്ട് ക്ഷേത്രപ്രവേശനത്തിനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം. അവിടെ ഇന്ന് രാഷ്ട്രീയ ലാഭേച്ഛയ്ക്കായിട്ട് ജാതീയമായും വർഗീയമായും ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആരായിരിക്കണം, ഹിന്ദുയിസം എന്താണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. ബുധനാഴ്ച രാവിലെ 10-ന് NSS കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ, ഡയറക്ട് ബോർഡ് അംഗം പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ G. സുകുമാരൻ നായർ, ഹരികുമാർ കോയിക്കൽ എന്നിവരും പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മകളാണ് ഈ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ്, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S. സുജാത. ആലപ്പുഴ ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സ്പൈൻ ഇഞ്ചുവേർഡ് ഡിപ്പെൻഡ് ഡിസേബിൾഡ് അസോസിയേഷൻ സിദ്ധയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മരുന്നുകൾ, വീൽചെയറുകൾ, വാക്കറുകൾ, വാട്ടർ ബെഡ്, യൂറിൻ ബാഗ്, ഡയപ്പറുകൾ, ഭക്ഷ്യധാന്യ കിറ്റ് എന്നിവയുൾപ്പെടെ 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് വിതരണം ചെയ്തത്. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർക്ക് എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു. എന്റെ ഉറക്കത്തിന് നിങ്ങൾ കാവൽ നിൽക്കണം, നിങ്ങളുടെ ഉറക്കത്തിന് ഞാൻ കാവൽ നിൽക്കണം. ഇത് പറയുന്നത് ശാരീരിക പ്രയാസമുള്ളവർക്കല്ല, ശാരീരിക പ്രയാസമൊന്നും ഇല്ലാത്ത മനുഷ്യർക്കും ഈ പ്രയാസം നോക്കിയാൽ കാണാൻ വേണ്ടി നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യർ അന്യോന്യം കാവൽ നിൽക്കേണ്ട കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലം. കരുതലോടെ നമ്മൾ സഹജീവിക്ക് കാവലാളായി നമ്മൾ ജീവിക്കേണ്ട കാലമാണ്. നിശ്ചയമായും അത്തരമൊരു അന്തരീക്ഷം സഹജീവികളുടെ കാരുണ്യത്തോടെ അവർക്ക് കാവലായി നിലകൊള്ളാൻ ഒരു കൂട്ടം പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇവിടെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഒരുമിച്ചെത്തി ഇങ്ങനെയെല്ലാം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നത്. സാധാരണ പോലെയുള്ള എല്ലാവരും ഇടപഴകി ജീവിക്കാൻ കഴിയുന്ന പോലെയുള്ള ഒരു നിലയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനമായും പരിപാടിയുടെ ഉദ്ദേശം. വട്ടയാൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ഉദയ ലൈബ്രറി പ്രസിഡന്റ് D. ഷിബു അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ അറോജ്, സിദ്ധ സെക്രട്ടറി ബാബു C. വേലംപറമ്പ്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VG വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BB വിദ്യാനന്ദൻ, ചേതന ട്രഷറർ AP ഗുരുലാൽ, കൗൺസിലർമാർ, ഉദയ സെക്രട്ടറി PU ശാന്താറാം എന്നിവർ സംസാരിച്ചു. കുട്ടനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും രാമങ്കരി ബാർ അസോസിയേഷനും അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് അസോസിയേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. രാമങ്കരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് പാർവതി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസ് അതോറിറ്റിയുമായി പൂർണ്ണ പിന്തുണ ഞങ്ങളും ഇതിൽ ഉൾപ്പെടും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ സെക്രട്ടറിക്ക് കൊടുക്കുകയും സെക്രട്ടറി അതിന് വേണ്ടത് പറയുകയും ചെയ്തു. അങ്ങനെ ക്ലർക്ക് അസോസിയേഷനും ബാർ അസോസിയേഷനും ലീഗൽ സർവീസും എല്ലാം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വലിയൊരു പുണ്യപ്രവൃത്തി അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഞാൻ ഭയങ്കരമായിട്ടത് ഒരു വലിയ കാര്യമായിട്ട് സന്തോഷവും തോന്നുന്നു. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളിൽ നിന്നാണ് ഇനി പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതും പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുന്നതുമെല്ലാം. അതുകൊണ്ട് പുതിയൊരു ചുവടുവയ്പ്പിന് വേണ്ടിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഇടയ രീതിയിലുള്ള ഒരു സഹായം തരുന്നതിൽ ഞങ്ങൾ ഒത്തിരി അഭിമാനം തോന്നുന്നു. രാമങ്കരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് അസോസിയേഷൻ രാമങ്കരി യൂണിറ്റ് പ്രസിഡന്റ് P. സതീശൻ അധ്യക്ഷനായി. സഹകരണ സംഘം പ്രസിഡന്റ് ജോസഫ് ചേക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. രാമങ്കരി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് D. സലീംകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ ശിവദാസ്, അഡ്വക്കേറ്റ് സുദീപ് V. നായർ, തൃഷ്ണ ജോഷി, കുട്ടനാട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി ഷൈല, അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി ബിൻസി മാത്യു എന്നിവർ സംസാരിച്ചു. AC റോഡിൽ പള്ളാത്തുരുത്തിയിൽ ബോസ്റ്റിംഗ് പാലം നിർമ്മിക്കുന്നതിനാൽ
പാലത്തിനടിയിലൂടെയുള്ള ജലഗതാഗതത്തിന് ജൂൺ 1 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് AC റോഡ് സീനിയർ പ്രോജക്ട് മാനേജർ അറിയിച്ചു. ജൂൺ 1 മുതൽ 6 മാസത്തേക്കോ മറ്റൊരു അറിയിപ്പ് വരുന്നതുവരെയോ ആണ് ജലഗതാഗത നിയന്ത്രണം. പാലത്തിൻ്റെ P7, P8 സ്പാനിൻ്റെ അടിയിൽ കൂടിയുള്ള ജലഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്പാൻ ഒഴികെയുള്ള പാലത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള സ്പാനുകളുടെ അടിയിലൂടെ ചെറുവള്ളങ്ങൾക്ക് മാത്രം സഞ്ചാരം അനുവദിക്കുമെന്ന് അറിയിപ്പിലുണ്ട്. SNDP യോഗം വടക്കേക്കര 3207 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം 2024 സംഘടിപ്പിച്ചു. 200ഓളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പാത്താമുട്ടം സെയിന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിവേക് ഫിലിപ്പ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഗുരുദേവൻ പ്രവൃത്തിയിലാണ് വിശ്വസിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമികൾ ഈ ഗുരുദേവൻ പ്രവൃത്തി എന്ന് പറഞ്ഞ് ചട്ടമ്പി സ്വാമികൾ ഗുരുദേവനോട് ചോദിച്ചു, ഇപ്പൊ പ്രവർത്തിയാരാണല്ലേ എന്ന് ചോദിച്ചു. ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ്. അവര് ഗുരുദേവൻ ഒരു സഹോദര തുല്യനായിട്ട് കണ്ടിരുന്ന ആളാണ്. ഇപ്പൊ പ്രവർത്തിയാരാണല്ലേ എന്ന് ചോദിച്ചു. അതായത് ഗുരുദേവൻ ആത്മീയത വിട്ടിട്ട്, ചട്ടമ്പി സ്വാമികൾ കുറച്ചുകൂടെ ആത്മീയതയിൽ വിചാരിച്ചിരുന്ന ആളാണ്. ആത്മീയത വിട്ടിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് മാറി. അപ്പൊ പ്രവർത്തിയാരാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, പ്രവർത്തിയുണ്ട്, ആര് അറിയില്ല. മനസ്സിലായില്ലേ? അതായത് പ്രവർത്തിയുണ്ട്, ആര് ദൈവത്തിന്റെ കാര്യം അറിയില്ല. പ്രവർത്തിയുണ്ട്, എനിക്ക് പ്രവർത്തിയുണ്ട്. അതാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് നമ്മൾക്ക് അദ്വൈത സിദ്ധാന്തത്തിൽ വെച്ചിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ ദൈവത്തെ കണ്ടെത്തുന്നതാണ് പറഞ്ഞിരുന്നത്. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് പ്രവീൺ പുതുപ്പറമ്പ് അധ്യക്ഷനായിരുന്നു. അലി സിൽക്ക് കേന്ദ്ര, സോമൻ കുന്നത്തുശ്ശേരി, ഷാജി പാറയിൽ, രജിമോൾ സാബു, സുഷമ സോമൻ, മഞ്ജു ശശി, നീതു രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ കാക്കാഴം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും മെമന്റോയും കൈമാറി. റെസിഡൻസ് അസോസിയേഷന് കീഴിലെ മുതിർന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. കാക്കാഴം മാറിയത്ത് പാടത്തിന് സമീപമുള്ള പുതുമന വീട്ടിൽ നടന്ന അനുമോദന സമ്മേളനം കാക്കാഴം വിദ്യാഭവൻ പ്രിൻസിപ്പൽ ഷാജി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാരെയും ഇവിടെ നിന്ന് നമ്മുടെ പ്രദേശത്തുനിന്ന് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിക്കാൻ കാണിച്ച ഒരു മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും മനസ്സിന്റെ നന്മ നഷ്ടപ്പെട്ടില്ലാത്ത കുറെ നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ ഞങ്ങളുടെ അടുത്ത തലമുറയെ ഇതേ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല തരത്തിലുള്ള വിജയം കൈവരിക്കുവാനും അവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഈ കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാകുന്നുവെന്ന് ഞാൻ കരുതുന്നു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അബ്ദുൾ ഖാദർ മാവുങ്കാൽ, ഖജാൻജി വേണുഗോപാൽ, രക്ഷാധികാരി ശ്രീകുമാരൻ തമ്പി, ജോയിന്റ് സെക്രട്ടറി ഉണ്ണി എന്നിവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയയിൽ തരംഗമായി കാരാഴ്മ ദേവിയുടെ അൻപുലി. ചെന്നിത്തല കാരാഴ്മ ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അൻപുലി മഹോത്സവത്തോടനുബന്ധിച്ച് കാരാഴ്മ സ്വദേശി വേണുഗോപാൽ എഴുതി സോപാന സംഗീതം കലാകാരി ഇരിങ്ങാലക്കുട ആശാ സുരേഷ് സംഗീതം നൽകി ആലപിച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. അൻപുലിക്കൂട്ടൊരുങ്ങി അമ്മയ്ക്ക് ആനന്ദ നൃത്തമാടാൻ, അങ്കനമാരൊരുങ്ങി അമ്മയ്ക്ക് താലപ്പൊലിയെടുക്കാൻ. അൻപുലിക്കൂട്ടൊരുങ്ങി അമ്മയ്ക്ക് ആനന്ദ നൃത്തമാടാൻ, അങ്കനമാരൊരുങ്ങി അമ്മയ്ക്ക് താലപ്പൊലിയെടുക്കാൻ. കാനന ദുർഗയല്ലേ ഭഗവതി, കാലസ്വരൂപിയല്ലേ. കാനന ദുർഗയല്ലേ ഭഗവതി, കാലസ്വരൂപിയല്ലേ. തട്ടകം വാഴുന്നമ്മേ ഭഗവതി, കാരാഴ്മത്തമ്പുരാട്ടി. ഇടയ്ക്കയുടെ മാത്രം പിൻബലത്തിൽ സോപാന സംഗീത രീതിയിൽ ആലപിച്ച് അൻപുലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീഡിയോ റിലീസായി 10 ദിവസത്തിനുള്ളിൽ 15 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. നിരവധി ഭക്തിഗാനങ്ങളുടെ രചയിതാവാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ കാരാഴ്മ ജി വേണുഗോപാൽ. ഒരു ഗ്രാമപ്രദേശം
ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഗ്രാമദേവത, ആ ഗ്രാമദേവതയെക്കുറിച്ച് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയ ഒരു ഗാനം. ആ ഗാനം 10 ദിവസം കൊണ്ട് 15 ലക്ഷം പേര് ആ ഗാനം കേട്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ടത് 13 ലക്ഷം പേര്. അപ്പോൾ ഇത്രയൊരു പബ്ലിസിറ്റി ഒരു പാട്ടിനുണ്ടാകുക എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും സംഭവിക്കാതെ ഇനിയും ഈ പറഞ്ഞ പോലെ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് 25 ലക്ഷത്തിലേക്ക് അത് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എഴുതാൻ കഴിഞ്ഞതിലും അത് ആ കുട്ടിയെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞതിലും സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുന്നു. കേരളം അറിയപ്പെടുന്ന പ്രശസ്ത സോപാന സംഗീത കലാകാരിയും ഞെരളത്ത് രാമപൊതുവാൾ അവാർഡ് ജേത്രിയുമാണ് ആശാ സുരേഷ്. മെയ് 13 വൈകിട്ട് 6 ആശാ സുരേഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഈ പാട്ട് റിലീസ് ചെയ്തത്. ശരാശരി ഒരു ദിവസം 1.5 ലക്ഷം പേർ വീതം കണ്ടു എന്നാണ് സോഷ്യൽ മീഡിയ നൽകുന്ന കണക്ക്. ഒരു പ്രാദേശിക ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന പാട്ടുകളിൽ കുറച്ചു സമയം കൊണ്ട് ഇത്രയധികം പേരിലേക്കെത്തിയ പാട്ടുകൾ ചുരുക്കമായിരിക്കുമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. നിലവിളക്ക് പിന്നെ നിറനാടി ചങ്ങഴിയും നിറമൊത്ത പൂക്കളവും പിന്നെ നൃത്തമാടും കുടയും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6665 രൂപ, പവന് 53,320 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.